അള്ളാഹിലേക്ക് എങ്ങനെ കൂടുതൽ അടുക്കുക എന്നുള്ളത് കൂടി ഇവിടുത്തെ പ്രത്യേക വലിയ സന്തോഷം. അള്ളാഹ്ക്ക് ശുക്രായിരിക്കുന്നു. നമ്മള് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്. ആരോടാണ് നമ്മള് തിരക്കാന്ന് പറയുന്നത് എന്നുള്ളൊരു വാക്യം, ഞാൻ തിരക്കാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒപ്പിട്ട് പോകുന്ന ഒരു ശൈലി. ആരോടൊപ്പം നമ്മൾ തിരക്കാന്ന് പറയാം? ഈ മൈക്ക് പിടിക്കാനുള്ളതോ ഇതിനുള്ള പൂവത്തൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലബ്ധത്ത് അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. ഇതെന്താണ്, എങ്ങനെയാണ് ഉസ്താദ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞ സമയത്താണ് മനസ്സിലായത്. പഠിച്ചോൻ ഒറ്റൊരു കാര്യം മാത്രമേ നിർബന്ധമായിട്ട് നമ്മളോട് ഡെയിലി ചെയ്യാൻ പറഞ്ഞതിൽ ഒരു കാര്യമാണ് നിസ്കാരം. അപ്പോൾ അത് നമ്മൾ പഠിച്ചോൻ അറിഞ്ഞുകൊണ്ട്, നമ്മളറിഞ്ഞുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് എങ്ങനെയാണ് നിസ്കരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല, ഫോക്കസിൻ്റെ ആയാലും മെഡിറ്റേഷൻ്റെ കാര്യമൊക്കെ ആയാലും എല്ലാം ജീവിതത്തിൽ നമുക്ക് പുലർത്താനും ആ ഒരു മുഹബത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ആളുകൾക്ക് വന്നിട്ടുള്ള ഇതേ ഒരു മാറ്റം നമുക്ക് നിലനിർത്താൻ പറ്റി കഴിഞ്ഞാൽ ഈ ഉസ്താദിൻ്റെ എല്ലാവരുടെയും കൂടെ നമുക്ക് ആഹിറത്തിനും ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. നമ്മൾ ഭക്ഷണം കഴിച്ച ഉച്ചക്ക് നല്ല ടേസ്റ്റിൽ ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ നമസ്കാരത്തിന് ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന ടേക്ക് അവേ എന്ന് പറയുന്നത്. മറ്റൊന്ന്, എൻ്റെ ഉള്ളിൽ കുറെ കൺഫ്യൂഷനുകൾ ഉണ്ടാകും ചില കാര്യങ്ങളിൽ. അതിങ്ങനെ ചിതറിക്കിടക്കായിരുന്നു. അതിന് മൊത്തം ഇങ്ങനെ കണക്ട് ചെയ്തൊരു മാലയായിട്ടാണ് ഞാൻ പോകുന്നത്. തുയരേണം ആരടേ മണ്ണ് കുഴിച്ചൊരമണി